നമസ്കാരം. മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേ അനുഭവം തന്നെയാണ് പി അൻവർ ഇന്നലെ പൊതുസമ്മേളനം നടത്തിയിരുന്നു. അതിൽ പാർട്ടി മെമ്പർമാരും പാർട്ടിയുടെ അനുഭാവികളും പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മുതൽ എല്ലാവരും എത്തിച്ചേരുമെന്നായിരുന്നു അൻവർ വീമ്പിളാക്കിയത്. എന്നാൽ ഒരു പാർട്ടി മെമ്പറെങ്കിലും ആ പരിപാടിയിൽ പങ്കെടുത്തതായി തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം അവിടെ കൂടിയിരുന്നവരോട് ഓരോരുത്തരോടും ചോദിച്ചു, നിങ്ങൾ എവിടുന്ന് വരുന്നു, എന്തിനു വന്നു? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഈ അൻവറിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഏത് പാർട്ടി? കോൺഗ്രസ് പാർട്ടി. അടുത്ത ആളോട് ചോദിച്ചു, ഏത് പാർട്ടി? മുസ്ലിം ലീഗ്. അടുത്ത ആളോട് ചോദിച്ചു, ആം ആദ്മി പാർട്ടി. BJP അനുഭാവി. ഈ ഇടതുവിരുദ്ധർ എല്ലാരും കൂടി ചേരുന്ന ഒരു സമ്മേളനമാണത്. അത് കൃത്യമായി അറിയാം. പാർട്ടിയുടെ ഒരു പാർട്ടി മെമ്പർ പോലും പോയിട്ടില്ല എന്നുള്ളതിനുള്ള തെളിവാണ്. അത്രയും ജനക്കൂട്ടം കൂടിയത് ഈ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന്റെയും BJPയുടെയും മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നിരയിലുള്ള സകല ആൾക്കാരുടെയും ആൾക്കാരാണ് അവിടെ കൂടിയതെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? എന്നിട്ട് അൻവർ പറയുകയാണ് പാർട്ടിയുടെ ആൾക്കാരാണ് മുഴുവനും വന്നിരിക്കുന്നതെന്ന്. നമുക്ക് ഇത് എല്ലാരും പൊട്ടന്മാരാണെന്നാണ് അൻവറിന്റെ ധാരണ. മല പോലെ ഇങ്ങോട്ട് വന്നിട്ട് വെറും എലിയായി പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ഒരാളെ പോലും കിട്ടിയില്ലെന്ന് മാത്രമല്ല, വന്നത് മുഴുവനും പ്രതിപക്ഷത്തിന്റെ ആൾക്കാർ. ഓരോരുത്തരോടും മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഏത് പാർട്ടി? ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി. വേറൊരാളോട് ചോദിക്കുന്നു. അങ്ങനെ ഓരോരുത്തരോടും ചോദിക്കുന്നത് അനുസരിച്ച് മറുപടി കിട്ടുന്നത് മുഴുവനും പ്രതിപക്ഷ നിരയിലുള്ള പാർട്ടിക്കാർ മുഴുവനുമാണ്. അവിടെ എത്തിയതിലൊന്നും നമുക്ക് എതിർപ്പൊന്നുമില്ല. പ്രതിപക്ഷത്തിന്റെ ആൾക്കാർ ഈ അവസരം മുതലെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഒരു പാർട്ടി മെമ്പർമാര് പോലും അതിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത. നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പാലക്കാട്ട് നിന്ന് എന്താ വെച്ചാൽ ഞാനൊരു മുസ്ലിം ലീഗുകാരനാണ്. പക്ഷെ അൻവർ പറയുന്ന ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് സത്യമായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് മാത്രം രാഷ്ട്രീയ പിന്തുണ കൊടുത്തിട്ടില്ല. അതുകൊണ്ടൊന്നുമല്ല, ഞമ്മക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ഈ വിഷയത്തിൽ സത്യമായിട്ട് തോന്നി. അപ്പൊ ഞാൻ നേരിട്ട് വന്ന് ഞമ്മക്ക് വ്യത്യസ്തമായ രാഷ്ട്രീയമുണ്ട്. അൻവറിനൊപ്പം അത്രേ ഉള്ളൂ. ചോദിച്ചോളി. അൻവറിനൊപ്പം പാർട്ടി മെമ്പർ എന്തെങ്കിലാണോ? CPM മെമ്പർ? പാർട്ടി മെമ്പർ എന്നല്ല, പാർട്ടി നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആളാ. ഈ 2 വർഷം എവിടെ സ്ഥലം? എവിടെയാണ്? ഞാൻ അവിടെ മഞ്ചേരി ഭാഗത്ത്, മലപ്പുറം ഭാഗത്ത്. മഞ്ചേരി ഭാഗത്താണ് അല്ലെ? എവിടുന്നാ വരുന്നത്? ഞാൻ ഓമശ്ശേരി, കോഴിക്കോട്. ഞാൻ ലീഗാരനായിക്കോട്ടെ, നിലമ്പൂർ ഒരു ആൺകുട്ടി പറഞ്ഞതിന് അത് കാണാൻ വന്നതാ. ലീഗിൽ ആൺകുട്ടികളില്ലായിട്ടാണോ? നമ്മള് കരുളായി ഈ നിലമ്പൂർ മണ്ഡലത്തിലാണോ? നിലമ്പൂർ മണ്ഡലത്തിൽ. ഇപ്പൊ ഇനി അൻവറിനൊപ്പമാണോ അല്ലെങ്കിൽ പാർട്ടിക്കൊപ്പമാണോ? അൻവറിനൊപ്പം. നേരത്തെ CPM-നൊപ്പം അല്ലല്ല, നേരത്തെ കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. ആം ആദ്മി ഏറ്റെടുക്കൂ. ആം ആദ്മി ഏറ്റെടുക്കൂ. അരവിന്ദ് കെജ്രിവാൾ ഏറ്റെടുക്കൂ 100%. അൻവർ പറയുന്നത് കെജ്രിവാളിന്റെ ആശയാണ് പറയുന്നത്. അരവിന്ദ് കെജ്രിവാൾ 100% ശരിയാ. നേരത്തെ CPM-ലൊക്കെ പ്രവർത്തിച്ചിട്ടില്ല. നമ്മള് ലീഗുകാരനാണ്. ലീഗ് നമ്മളിന്നും ലീഗ് തന്നെയാണ്. സത്യം ആരാ വിളിച്ചു പറയുന്നത് അത് കേൾക്കാൻ വേണ്ടി വന്നതാ. ലീഗ് പ്രവർത്തകരും ഉണ്ട് എന്നുള്ളതാണ്. വേദിയിലേക്ക് വരാൻ കാരണം അൻവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും പാർട്ടി കറക്റ്റായിട്ട് മറുപടി തന്നിട്ടില്ല. പാർട്ടി സെക്രട്ടറിയോ അതോ മുഖ്യമന്ത്രിയോ ഒന്നും തന്നിട്ടില്ല. ഞാനൊരു DYFI യൂണിറ്റ് സെക്രട്ടറിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാണ്. കണ്ണമട്ടിക്കാവ് യൂണിറ്റിയുടെ പ്രസിഡന്റാണ് നിലവില്. പിന്നെ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ഒരു സഖാവും കൂടിയാണ്. ഡബിള് അവിടെയും കണ്ടു, ഇവിടെയും കണ്ടു. ആരെ? കുടുംബി. അപ്പോ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇനി നടത്താൻ പോകുന്ന പൊതുസമ്മേളനങ്ങളിലും ബാക്കി പരിപാടികളിലെല്ലാം പ്രതിപക്ഷത്തിന്റെ ആൾക്കാർ മാത്രമേ വരികയുള്ളൂ. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും BJPയുടെ ആൾക്കാരാണ് വരാൻ പോകുന്നത്. അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ അൻവർ പറഞ്ഞത് മുഴുവനും നുണയായിരുന്നു എന്നുള്ളത് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.